8 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും പത്തനംതിട്ടയിൽ എത്തുന്നത്. പത്തനംതിട്ടയിൽ എത്തിയതിന്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ച രാഗി എന്ന് പറഞ്ഞ ആളുടെ കല്യാണമാണ്. ശനിയാഴ്ച വൈകുന്നേരം ഞാൻ പത്തനംതിട്ട എത്തി. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഹിന്ദു മാരേജ് കൂടുന്നത്. അങ്ങനെ കല്യാണം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന അഭിനവാട്ടോ, ഈ കാണുന്ന സുജിത്ത്, ഇവർ എൻ്റെ കൂടെ പഠിച്ചതാണ്. അങ്ങനെ നമുക്ക് അകത്തോട്ട് പോയി രാഗിയുടെ കല്യാണം കാണാം. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കാണാനായിട്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫോട്ടോ സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ സദ്യ കഴിക്കാൻ വന്നു. ഭയങ്കര ക്യൂ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മളും കയറി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കല്യാണ സദ്യ കഴിക്കുന്നത്. രാഗിയുടെ എൻഗേജ്മെന്റിന് പോകാൻ പറ്റാണ്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ച കല്യാണത്തിന് എന്തായാലും വരും. അങ്ങനെ സദ്യ കഴിക്കാനുള്ള എക്സൈറ്റ്മെന്റ് ഇരുന്നപ്പോൾ ചേച്ചി ചോറും കൊണ്ട് വന്നു, വിളമ്പി. പിന്നീട് പരിപ്പേറി ഒഴിച്ചു, അതിലേക്ക് നെയ്യ് ഒഴിച്ചു. ആകെ ഒരു ഉണ്ണിയപ്പാട്ട് എനിക്ക് കിട്ടിയുള്ളൂ, ബാക്കിയുള്ള അപ്പുറത്തും എന്ന് പറഞ്ഞാൽ സദ്യ കഴിഞ്ഞപ്പോൾ പായസം വന്നേ. ബോളിയും പാൽപ്പായസവും പിന്നെ പാലട പ്രഥമനും ഉണ്ടായിരുന്നു. അങ്ങനെയല്ല ഞാൻ വടിച്ചു നക്കി. ബോളിയും പാൽപ്പായസവും വിഷയം സാധനം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സദ്യ ഞാൻ ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സദ്യ സൂപ്പർ ആയിരുന്നു. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പം അവരുടെ ഫോട്ടോ സെക്ഷൻ ഒന്നും കഴിഞ്ഞിട്ടേ ഇല്ല. പിന്നെ ലൈഫിലൊരു കല്യാണമല്ലേ ഉള്ളൂ. ഓഡിറ്റോറിയത്തിൽ മ്യൂസിക് ഇട്ടതേ സുജിത്ത് നന്ദു ഓണായി തുടങ്ങിയിട്ടുണ്ട്. എന്ത് രസമല്ലേ എല്ലാവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കുറച്ച് നേരം ഓഡിറ്റോറിയത്തിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളെല്ലാവരും തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നീട് നമ്മൾ പ്രവീണയുടെ വീട്ടിൽ പോയി. അവിടെ ചായയും കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നു. സദ്യ കഴിച്ച് ഫുള്ളായത് കാരണം എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. തിരിച്ച് വീട്ടിലെത്തി നന്നായിട്ടൊന്ന് ഫ്രഷ് ഒക്കെ ആയി ഒന്ന് ഉറങ്ങി. പിറ്റേ ദിവസം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോകുന്നു. ബൈ ബൈ പത്തനംതിട്ട.